ഇപ്പോൾ രാവിലെ തന്നെ ഗെയിം ഓപ്പൺ ആക്കി എല്ലാവർക്കും കാണാൻ പറ്റും നമ്മുടെ MP40 റിംഗ് ഇവന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോക്കർ MP40 ആണ് വന്നിരിക്കുന്നത്. അത് യൂണിവേഴ്സൽ ടോക്കൺ വഴിക്ക് എന്തായാലും നമുക്ക് അതിൻ്റെ എൻട്രൻസ് ആയിട്ട് എത്ര 5-6 വന്നിട്ടുണ്ട്. 5 വന്നിട്ടുണ്ട്. 5 MP40 സ്കിന്നാണ് വന്നിരിക്കുന്നത്. യെല്ലോ പോക്കർ ബ്ലൂ പോക്കർ കാണാൻ പറ്റും. നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടില്ല കസ്റ്റം ബാക്ക്, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ യെല്ലോ പോക്കർ കാണാൻ നൈസ് ആയിട്ടുണ്ടല്ല, നൈസ് ആയിട്ട് അടിപൊളി ഒരു എന്നിട്ട് പറയാം ലുക്കുള്ളൊരു ഗൺ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ യെല്ലോ പോക്കറും പിന്നെ ബ്ലൂ പോക്കറൊക്കെ. എന്തായാലും ബാക്കിയുള്ള ഗൺസിന് അധികം എഫക്റ്റ് കൊടുത്തില്ലെങ്കിലും കൊള്ളാം. ഡബിൾ ഡാമേജ്, സിംഗിൾ റേറ്റ് ഓഫ് ഫയർ, റേഞ്ച് മൈനസ് ഒക്കെ ബ്ലൂവിൻ്റെ. പിന്നെ ബ്ലൂവും യെല്ലോവും ഓക്കെയാണ് കേട്ടോ. ഓക്കെ, അടിപൊളി സ്കിന്നാണ്. അതിൻ്റെ പവറും നൈസായിട്ട് കൊടുത്തിട്ടുള്ളൊരു ലുക്കൊക്കെ ഉള്ള ഒരു അടിപൊളി ഗൺ സ്കിന്നാണ് നമ്മുടെ ബ്ലൂവും യെല്ലോ പോക്കറും. ഓക്കെ, അതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള റെഡ്, ഗ്രീന്, മറ്റേ ബ്ലൂ ഒക്കെ ഡാർക്ക് ബ്ലൂ ഒന്നും നമുക്ക് എടുക്കാനുള്ള ഒരു ഉദ്ദേശമില്ല. അത് കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും നമ്മുടെ കുറച്ച് ഡയമണ്ട് കൂടി ഉണ്ട്. ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ട് മന്ത്ലിയുടെ വീക്കിലിയുടെ ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എൻ്റർ ആവണമെങ്കിൽ മുമ്പ് ചെറിയ ട്രിക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതേപോലത്തെ സ്പിന്നിങ് വീഡിയോസും പിന്നെ നമ്മുടെ അപ്ഡേറ്റിംഗ് വീഡിയോ FF ഗെയിമിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അതിനേക്കാൾ മുമ്പ് നമ്മൾ ഈ ട്രിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. വേറെ ട്രിക്കൊന്നല്ല, വെറുതെ നമ്മൾ ഈ ഒരു ബണ്ടിൽ ചേഞ്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ നല്ല റിച്ചുള്ള ബണ്ടിലൊന്നും ഇട്ട് നിൽക്കാണ്ട് വല്ല കുതിര ബണ്ടില്ല, വല്ല ലോക്കൽ ബണ്ടിൽ വല്ലത് ഇട്ട് നിൽക്കാവും നല്ലത്. നോക്കും നമ്മളെന്തായാലും ഫുൾ ബണ്ടിൽ ഇടാന്നാണ് നോക്കണത്. ഫുൾ ബണ്ടിൽ ഇടാൻ നല്ലത്. ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടല്ലോ. എന്തായാലും ഈ ബണ്ടിൽ ഓക്കെ ആണോ എന്ന് തോന്നുന്നില്ല. നമുക്ക് വേറെ വല്ല ബണ്ടിൽ നോക്കി നോക്കാം. ഓക്കെ, അപ്പം എന്തായാലും കുറച്ചും കൂടിയോ നമ്മൾ പുതിയതായിട്ട് ഗോൾഡ് റോയിൽ ബണ്ടിൽ, അതായത് ഗോൾഡ് വാലറ്റ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ബണ്ടിലിട്ടിട്ട് നമുക്കൊന്ന് സ്പിന്നിങ്ങിലേക്ക് തന്നെ പോവാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് സ്പിന്നിങ്ങിലേക്ക് പോകാം. നമ്മുടെ 10 വൗച്ചർ ഉണ്ട്. ഓക്കെ, നമ്മുടെ അതായത് നമ്മൾ മറ്റേ എന്തൊരു പറയുക, നമ്മുടെ മെസ്റ്റർ ഷോപ്പ് വഴിക്ക് മേടിച്ചതാണ്. അതുകൊണ്ട് ഈ 10 വൗച്ചർ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ എന്തെങ്കിലും കിട്ടി എന്തെങ്കിലും ഞെക്കി പിടിച്ചിട്ട് സ്പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഇവൻറ്റിലൊക്കെ സ്പിൻ ചെയ്തോന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടെ. നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നു ടോക്കൺസ് ആണ് കിട്ടിയത്, ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് എടുത്തത്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് സ്പിന്നിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്പിന്നിലേക്ക് കിട്ടിയോ എന്നൊക്കെ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്ത് സത്യസന്ധമായിട്ട് അറിയിക്കുക. എന്തായാലും നമ്മൾ ഫസ്റ്റ് സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് 12 ടോക്കൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ആയിട്ട്, അതായത് കുറച്ച് ടൈമിന് മേടിച്ച ടോക്കൺ വൗച്ചർ വെച്ചിട്ട് നമുക്ക് 12 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അത് നൈസായിട്ടുണ്ട്. പിന്നെ നമ്മൾ 5ാമത്തെ വീണ്ടും സ്പിൻ ചെയ്തപ്പോൾ 1ലേക്കാണ് കൂടുതൽ പോയത്. മൊത്തം 1ലേക്കാണ് പോയത്. അപ്പം 5 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 5 ടോക്കണാണ് 2ാമത്തെ സ്പിന്നിൽ കിട്ടിയത്. ഓക്കെ, എന്തായാലും മൂഞ്ചി പോയി. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്തായാലും 90ൻ്റെ സ്പിന്നിലേക്ക് തന്നെ കടക്കാൻ പോകുമ്പോൾ ഞെക്കി പിടിച്ചാണ് നമ്മൾ വീണ്ടും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ ട്രിക്കൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എന്തായാലും ലക്ക് ഉണ്ടെങ്കിൽ പലർക്കും പെട്ടെന്ന് കിട്ടും, ഇല്ലെങ്കിൽ ലക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കേണ്ടി വരും. 90ൻ്റെ സ്പിന്നിങ് ചെയ്യാനൊക്കെ മുമ്പ് നമുക്ക് എന്തായാലും ഒരു 20ൻ്റെ സ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം എന്തായാലും 20ൻ്റെ സ്പിൻ ചെയ്തപ്പോൾ എത്ര ടോക്കൺ? 2 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും 2 ടോക്കൺ കുഴപ്പമില്ല. വീണ്ടും ഞെക്കി പിടിച്ച് എന്തായാലും 20ൻ്റെ സ്പിന്ന് ചെയ്യാൻ കുറച്ച് ലാഭമാണ് കേട്ടോ. അതായത് നമ്മൾ 90ൻ്റെ സ്പിന്നിക്കാണ് വീണ്ടും കടന്നിട്ടുണ്ട്. എത്ര കിട്ടി? 10 ടോക്കണാണ് നമുക്ക് കിട്ടിയതൊക്കെ. എന്തായാലും ഈ ഒരു സ്പിന്നിങ് കുറച്ചും കൂടി ലാഭമായിരുന്നു. ആകെ നമ്മൾ 2200ൻ്റെ അടുത്തെല്ലാം ഡയമണ്ട് അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും 2000ലേക്ക് എത്തി ഡയമണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഞെക്കി പിടിച്ച് തന്നെ സ്പിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു 90ൻ്റെ സ്പിന്ന് ചെയ്യാം. സ്പിന്ന് ചെയ്ത് നോക്കട്ടെ. എവിടേക്കൊക്കെ പോകണം? ടോക്കൻ്റെ അടുത്തേക്ക് മാത്രമാണ് പോകുന്നത്, ഗണ്ണിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ഒക്കെ എന്തായാലും 6 ടോക്കണാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സ്പിന്നിങ് പരാജയപ്പെട്ടു പോയി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് സ്പിന്നിലേക്ക് കിടക്കാം. ഈ ഒരു ഇവൻറ്റ് ഭയങ്കരമായിട്ട് ഇപ്പം എന്തായാലും ഇപ്പോൾ തന്നെ യൂണിവേഴ്സൽ ടോക്കൺ മേടിക്കൊന്നും പല സാധനങ്ങളും കിട്ടാൻ ഭയങ്കര ചാൻസ് കമ്മിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും സിംഗിൾ സ്പിൻ ചെയ്തപ്പോൾ ഒരു ടോക്കണാണ് കിട്ടിയത്. 2 ടോക്കൺ കിട്ടുകയാണെങ്കിൽ 400 ടോക്കൺസ് ആയേനെ. അതായത് 399 ടോക്കൺസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ടോക്കൺ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാം. ബട്ട് നമ്മളെന്തായാലും സ്പിന്നിങ് വഴി എടുക്കാനാണ് കുറച്ചും കൂടി ശ്രമിക്കണം. നോക്കാം. എന്തായാലും അടുത്ത 90 സ്പിന്നിൽ നമുക്ക് 9 ടോക്കണാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാണ്ട് കിട്ടി. 9 എന്തായാലും വേറെ ട്രിക്ക് യൂസ് ചെയ്യാൻ നമ്മളതൊക്കെ ഗോൾഡൻ വാലറ്റിൽ പോയിട്ട് സ്പിൻ ചെയ്തപ്പോൾ എന്തോ കിട്ടി. പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, അപ്പോഴും 2% കുറവ്. അപ്പം നമ്മളെന്തായാലും വീണ്ടും നമ്മുടെ റിംഗ് ഇവൻറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഉപയോഗിച്ച ട്രിക്ക് എങ്ങനെ വർക്ക് ചെയ്താൽ മതിയാവും നോക്കാം. നമ്മൾ ഗോൾഡ് റോയിൽ സ്പിൻ ചെയ്തിട്ട് ഇതിലേക്ക് കിടക്കുമ്പോൾ കിട്ടേണ്ടതൊക്കെയാണ്. അങ്ങനെയൊക്കെ ട്രിക്കൊക്കെ ഉണ്ട്, ബട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ല. ഓക്കെ, എന്തായാലും ഇപ്പോൾ 8 ടോക്കണാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 8 ടോക്കൺ കിട്ടി. കുഴപ്പമില്ല. 5-നേക്കാൾ മേലെയാണല്ലോ. 3-3 അത്രയും ലാഭം കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി അടുത്ത സ്പിന്നിങ്ങിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ 90ൻ്റെ സ്പിൻ തന്നെ ചെയ്ത് നോക്കാം. 90ൻ്റെ സ്പിന്നിൽ മൊത്തം 1 കിട്ടിയിട്ട് അപ്പം എന്തായാലും നമ്മൾ ഏതൊരു സെക്കൻഡ് സ്പിന്ന് ചെയ്ത പോലെ 5 ടോക്കണാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ടോക്കൺ കിട്ടുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും സ്പിൻ ചെയ്തോ ഡയമണ്ടൊക്കെ ഉണ്ടായിട്ട് എത്ര ഡയമണ്ടാണ് നിങ്ങൾ കാലിയാക്കി കളഞ്ഞെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും സിംഗിൾ സ്പിന്നിലേക്ക് തന്നെ കുറേ കടന്നിട്ടുണ്ട് കേട്ടോ.
നമ്മൾ സിംഗിൾ സ്പിന്ന് ചെയ്യാന്ന് കുറേ വിചാരിച്ചു. അപ്പോൾ എന്തായാലും 20ൻ്റെ സ്പിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്രയും ഡയമണ്ട് ഇങ്ങനെ അടിച്ചു ആ ബ്ലൂ പോക്കർ. എൻ്റെ പൊന്നു ബ്ലൂ പോക്കർ എന്തായാലും അടിപൊളി. ഞാൻ വിചാരിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ എന്താ യെല്ലോ പോക്കറിൽ ബ്ലൂ പോക്കർ എടുക്കണം. അപ്പോൾ എന്തായാലും ബ്ലൂ പോക്കർ കിട്ടി. ഓ നൈസ് കണ്ടോ, നമ്മൾ വിചാരിച്ച കണ്ണന് കിട്ടി. എന്തായാലും യെല്ലോ പോക്കറിന്റെ അടുത്ത് നിൽക്കുന്ന പവർ തന്നെയാണ് നമ്മുടെ ബ്ലൂ പോക്കറിനും. എന്തായാലും ബ്ലൂ പോക്കർ കിട്ടിയത് തന്നെ നന്നായിട്ടോ. അത്രയും ഡയമണ്ട് പൊട്ടിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടാ. എത്ര ഡയമണ്ടിലാണ് നമുക്ക് ഈ ഗൺ സ്കിന് കിട്ടിയെന്ന് നിങ്ങൾ അറിയിക്കാട്ടെ. എത്ര ഡയമണ്ട് നമ്മൾ ചിലവാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ആണ് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പം എന്തായാലും നമ്മുടെ ബ്ലൂ പോക്കർ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം യെല്ലോ പോക്കർ നമുക്ക് വേണ്ട. ഓക്കെ, അതിൽ ബ്ലൂ പോക്കറും യെല്ലോ പോക്കറും ഒക്കെ അത് രണ്ടും സെയിം ഇതാണ് ആട്രിബ്യൂട്ട്സ് ഒക്കെ തന്നെയാണ്. അതിലടുത്ത് നിൽക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ബ്ലൂ പോക്കർ തന്നെ മാറ്റി. അപ്പം നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്കന്ന് കയ്യിൽ പിടിച്ച് നോക്കി നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ റിൻ ബണ്ടിലും കൂടി ഇട്ടിട്ടുണ്ടോ. അപ്പം എന്തായാലും ബ്ലൂ പോക്കർ പിടിക്കുമ്പോൾ ബ്ലൂ ബണ്ടിൽ തന്നെ ഇടാൻ നമ്മൾ വിചാരിച്ചു. എഫക്റ്റ് ഒക്കെ വരുന്നത് നമ്മുടെ ഗണ്ണ് അവിടെ. അയ്യോ, ഗണ്ണ് ഇതിലല്ല, നമ്മുടെ അപ്പുറത്തിൽ നമ്മുടെ റീഫീൽ കിട്ടി MB40 ബ്ലൂ MB40. ഓക്കെ നൈസ്. എന്തായാലും ലുക്ക് ബണ്ടിലും ബ്ലൂ ആയിക്കൊണ്ട് കാണാൻ ഒരു ലുക്കില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ബണ്ണി ബണ്ടിൽ ഇട്ട് നോക്കിയേക്കാം. ബണ്ണി ബണ്ടിൽ പിടിക്കുമ്പോൾ എൻ്റെ എഫക്റ്റ് അടിപൊളിയായിട്ട് കണ്ടിട്ട്. എന്തായാലും ബ്ലൂ പോക്കറിന് പിടിച്ചിരിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഏത് കണ്ണാണ് കിട്ടിയതെന്നൊക്കെ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് ബ്ലൂ ആണ് കിട്ടിയത്, യെല്ലോ ആണ് കിട്ടിയത്, അത് മറ്റേ ചുമപ്പിക്കാണ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് അതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. പവറും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും പവർ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ. ഇപ്പോൾ ഗണ്ണ് സ്വിച്ച് ചെയ്യുമ്പോഴൊക്കെ ഇതേപോലെ ഉണ്ടാവും. എഫക്റ്റ് ഒന്നും ഇല്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഗണ്ണിന് മാത്രം എഫക്റ്റ് കൊടുത്തുള്ള സ്വിച്ചിങ് എഫക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഹെഡ് ഷൂട്ടൊക്കെ അടിക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഹെഡ് ഷൂട്ട് അടിക്കുമ്പോൾ നൈസ് ഇല്ല, പെട്ടെന്ന് ഹെഡ് കയറിട്ട് തലക്കിട്ടിട്ട്. എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഗണ്ണിൻ്റെ ഹെഡ് ഷൂട്ട് റേറ്റ് ഒക്കെ ഇപ്പോൾ ഇതേപോലെ ഉണ്ടാവും. എന്തായാലും ബോഡിയിലേക്ക് അടിക്കുമ്പോൾ എത്ര ഡാമേജ് കിട്ടും നമുക്ക് പോയി നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ബോഡിയിലേക്ക് അടിക്കുമ്പോൾ 27 ഡാമേജാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നൈസായിട്ടുള്ള ഗൺ കൂടിയാണ് നമ്മുടെ ഈ ഒരു ബ്ലൂ പോക്കർ കിട്ടിയതിൽ വളരെ സന്തോഷം. എന്തായാലും ഗൺ സ്കിൻ്റെ കാലിമിക്ക ഓടിക്കൊക്കെ എല്ലാ സ്ഥലത്ത് അടിക്കുമ്പോഴേക്കും 27 ഡാമേജ് തന്നെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ലുക്ക് ബാക്കിലൊക്കെ വയ്ക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. എന്തായാലും നൈസായിട്ടുണ്ടല്ലോ, ലുക്ക് കാണാൻ നല്ല നൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഗൺ സ്കിന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ പോക്കർ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ബ്ലൂ പോക്കറാണ് നിങ്ങൾക്ക് യെല്ലോ പോക്കറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലോബിയിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മൾ ലോബിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗണ്ണ് പിടിച്ചിരിക്കുമ്പോൾ ഇതേപോലെയാണ് കാണാൻ പറ്റുക. ഒരു മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാണ്ട് വേറെ ഒന്നല്ല, നമ്മുടെ റെഡീം കോഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 14-ാം തീയതി ഇടാൻ പോണ വീഡിയോയിൽ നമ്മൾ റെഡീം കോഡ് 4 മണിക്കാണ് കൊടുക്കുന്നുണ്ട്. ഒക്കെ 4 മണിക്കാണ് വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇങ്ങനെ 1 2 3 4 വെച്ച് റെഡീം കോഡ് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ക്ലെയിം ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക. 14-ാം തീയതി ഇടുന്ന വീഡിയോയിൽ നമ്മൾ റെഡീം കോഡ് കൊടുക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളപ്പോൾ എന്തായാലും ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് പോയിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കാണ് വീഡിയോ. അപ്പോൾ ബ്ലൂ പോക്കർ ആരൊക്കെ എടുത്തത്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും കിട്ടിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ബ്ലൂ പോക്കർ പിടിച്ചിട്ടുള്ള അടുത്തൊരു ഗെയിം പ്ലേ ആണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയോട് വരാം. ഓക്കെ, ബൈ.